നോളജ് ഫാക്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയില് കേരള അപ്പോയിന്റ്മെന്റ്സ് അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ വഹിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലാസ് ആണ്. അപ്പൊ നമ്മുടെ 10th ലെവൽ പരീക്ഷ മുതൽ നമ്മുടെ ഡിഗ്രി ലെവല് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷ വരെ എഴുതുന്ന എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ 2-3 തവണ കണ്ട് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനഃപ്പാഠമാക്കിയതിനു ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ. കാര്യം ഇതിൽ നിന്ന് 1-2 മാർക്കിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്കും വീഡിയോസിനും അപ്ഡേറ്റുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ കൂടുതലായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും അപ്ഡേറ്റുകളും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്കറിയാം നിലവിലത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? അപ്പോൾ തുടക്കമല്ലേ, നമുക്ക് ആ മുഖ്യമന്ത്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്കറിയാം നിലവിലെ കേരളത്തിൽ 23ാമത്തെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണ്? പിണറായി വിജയനാണ് അല്ലെ. നിലവിലത്തെ കേരള മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയനാണ്. നിലവിലത്തെ കേരള ഗവർണർ ആരാണ്? ഗവർണർ ഇപ്പൊ പുതിയ ഗവർണർ വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആരാണ്? RV ആർലേക്കർ അല്ലെങ്കിൽ രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ് നിലവിലത്തെ കേരള ഗവർണർ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ്. വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് പലരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ തന്നെ അതൊന്ന് മനഃപ്പാഠമാക്കി വെച്ചേക്കുക. നിലവിലത്തെ കേരള ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ്. എന്നാല് നിലവിലത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് അറിയാമോ? ചീഫ് ജസ്റ്റിസ് അത് ജിതിൻ മുതുകർ ജംദാർ ആണ്. ആരാണ്? ഒരു ജിതിൻ മുതുകർ ജംദാർ ആണ്. അപ്പൊ നിങ്ങളിത് ഞാൻ ഈ പറയുന്ന കോഡുകൾ നിങ്ങൾ കോഡുകളായിട്ട് മാത്രം കണ്ടാൽ മതി. അതിനെ നിങ്ങൾ വേറൊരു തരത്തിലോട്ടൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് ആവശ്യം എന്താണ്? പഠിക്കുക, ഓർത്തിരിക്കുക, ഓർമ്മയിൽ വയ്ക്കുക. അത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോ നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്നാണ് ചോദ്യം. നമുക്കറിയാം ഒരു ചീഫ് ജസ്റ്റിസ് ആവണം, പ്രത്യേകിച്ച് നമ്മുടെ കേരള ഹൈക്കോടതിയുടേതാണേ. അപ്പൊ കേരള ഹൈക്കോടതി പോലുള്ള ഒരു ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു വക്കീൽ എന്താവണം? മൂത്ത് ഒരു ജഡ്ജി ആയിട്ട് മാറണം അല്ലെ. ഒരു വക്കീൽ എന്താവണം? മൂത്ത് ദാറ്റ് മീൻസ് എന്താണ്? വക്കീൽ എക്സ്പീരിയൻസ് കൊണ്ട് ഇങ്ങനെ മൂത്ത് ഒരു മുതുക്കനായിട്ട് മാറണമല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ പറയുന്ന ഒരു ഭാഷയാണ് എന്ത്? അവൻ വലിയ മുതുക്കനായെന്ന് പറയുന്നത്. വെച്ചാൽ എന്താണ്? അവന് നല്ല പ്രായമുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത് അല്ലെ. നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഇവിടെ പറഞ്ഞത്? വേറൊന്നും കൊണ്ടല്ല, ഒരു ജഡ്ജി എന്ത് ചെയ്യുന്നു? മൂത്ത് ഒരു മുതുക്കനായിട്ട് ആരായിട്ട് മാറുന്നു? ഒരു ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറുകയാണ് അല്ലെ. അപ്പൊ ഇത് പഠിക്കുന്നതിന് വേണ്ടി മാത്രം പറയുന്നതാണ്. അപ്പൊ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ജിതിൻ മുതുകർ ജംദാർ. ഓക്കെ, അപ്പൊ അതങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കാൻ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമായ ഒരു രീതിയിലായിരിക്കും കേട്ടോ. അപ്പൊ ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു നമുക്കറിയാം ഒരു വക്കീല് മൂത്ത് ഒരു മുതുക്കനാകുമ്പോൾ ആരായിട്ട് മാറും? ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറും അല്ലെ. അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോ നമ്മുടെ ജിതിൻ മുതുകർ ജംദാർ എന്ന് പറയുന്ന ആരാണ്? അത് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല, അത് മറക്കത്തില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, അടുത്ത വ്യക്തിയിലേക്ക് നമുക്ക് കിടക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ നിലവിലത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഓക്കെ, നമുക്ക് നിലവിൽ 49ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ശാരദാ മുരളീധരൻ ആണ് കേട്ടോ. ശാരദാ മുരളീധരൻ. ഓക്കെ, ഒരു ലേഡിയാണ് ശാരദാ മുരളീധരൻ. ഓക്കെ, അടുത്ത വ്യക്തി എന്ന് പറയുന്നത് കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര് എന്നുള്ള കാര്യമാണ്. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? നല്ല വിവരമുള്ള ആൾക്കാർക്കൊക്കെ ഇടുന്ന പേരാണ് ഹരി എന്ന്. കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ എന്താണ്? വേറൊന്നല്ല പറഞ്ഞത്, വി ഹരിനായർ എന്നാണ് കേട്ടോ. എന്താണ്? വി ഹരിനായർ. അപ്പോ നല്ല വിവരമുള്ള വ്യക്തികൾക്കൊക്കെ ഇടുന്ന പേരെന്താണ്? ഹരി എന്നാണ് അല്ലെ. ഹരി എന്നാണ്. എന്നെ പൊക്കി പറയാൻ എനിക്ക് ആരെയും സഹായം വേണ്ട കേട്ടോ. അപ്പൊ എന്താണ്? വേറൊന്നുമല്ല, നിലവിലത്തെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പേരെന്താണെന്ന് ചോദിച്ചാല് വി ഹരിനായർ എന്നാണ്. വി ഹരിനായർ, മറക്കത്തില്ലല്ലോ. ഓക്കെ, അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? നമുക്കറിയാം KV മനോജ് കുമാർ ആണ് കേട്ടോ. മനോജ് കുമാർ. നമ്മൾ ഈ ബാലന്മാരെയൊക്കെ എന്താ വിളിക്കുന്നത്? മോനെ എന്ന് വിളിക്കത്തില്ലേ അല്ലെ. സ്നേഹത്തോടെ നമ്മൾ എന്ത് വിളിക്കും? മോനെ എന്ന് വിളിക്കും അല്ലെ. മോനെ മനോജേ എന്ന് വിളിക്കും അല്ലെ. മോനെ മനോജേ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ മോനെ മനോജേ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കുമാരുണ്ട്. കുമാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടിയാണ് അല്ലെ. കുട്ടിയാണ്. അപ്പൊ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ഉത്തരം കണ്ടെത്താൻ ഇതൊക്കെ മതി അല്ലെ. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാല് ആരാണ്? ബാലന്മാരെ നമ്മൾ മോനെ എന്നാണ് വിളിക്കുന്നത്. ആ മോനെ നമുക്ക് എന്ത് കിട്ടണം? മനോജിനെ കിട്ടണം അല്ലെ. മനോജ്
മനോജ് കുമാർ, കുമാരൻ എന്ന് പറഞ്ഞാൽ ആരാണ്? കുട്ടിയാണ് അല്ലെ? കുമാരൻ എന്ന് വെച്ചാൽ ബാലൻ, കുട്ടിയാണ്. ആ ഒരു രീതിയിൽ ഓർത്ത് വെച്ചേക്കുക, കിട്ടും. അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ആദ്യം പഠിച്ച ആരൊക്കെയാണ്? മുഖ്യമന്ത്രി നമുക്കറിയാം പിണറായി വിജയനാണ്. ഗവർണർ ആരാണ്? നമുക്കറിയാം RV ആർലേക്കർ. അത് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ ആർലേക്കർ ആണ്. കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഒന്ന് ഓർത്തു നോക്കിയേ, ബോർഡിൽ നോക്കാതെ നിങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വക്കീല് മൂത്ത് ആരാവും? ഒരു മുതുക്കറാവും അല്ലെ? ഒരു മുതുക്കനായിട്ട് ഒരു ജഡ്ജി ആയിട്ട് മാറും. അദ്ദേഹത്തിന്റെ പേരാണ് എന്ത്? ജിതിൻ മുതുക്കർ ജംദാർ അല്ലെ? ജിതിൻ മുതുക്കർ ജംദാർ, അല്ലെങ്കിൽ അതിനെ ജിതിൻ മുതുകർ എന്നാണ് പറയുന്നത്. നമ്മളതിനെ മുതുക്കനാക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ജിതിൻ മുതുകർ ജംദാർ എന്ന് പറയുന്ന ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലത്തെ ചീഫ് ജസ്റ്റിസ് ആണ്. എന്നാൽ നിലവിലത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ചീഫ് സെക്രട്ടറി അത് ശാരദാ മുരളീധരനാണ്. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ നിലവിലത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഞാൻ പറഞ്ഞു, നല്ല വിവരമുള്ള വ്യക്തികൾക്കൊക്കെ ഇടുന്ന പേരെന്താണ്? ഹരി എന്നാണ് അല്ലെ? ഓക്കെ, അപ്പൊ പറഞ്ഞ പേരൊന്നുമല്ല, വി ഹരി നായർ. അങ്ങനെ ഓർത്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വി ഹരി നായർ. ഓക്കെ, ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ബാലാവകാശം ബാലൻ എന്ന് പറയുമ്പോ ആരാണ്? മോനെ മനോജെ കുമാര അല്ലെ? അപ്പോ മനോജ് കുമാർ, KV മനോജ് കുമാർ. ഇവരുടെയൊക്കെ ഇനിഷ്യൽ കൂടി ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കണം, ചിലപ്പോൾ ചോദിച്ചു കളയും കേട്ടോ നമുക്ക്. കാരണം മനോജ് കുമാർ, B മനോജ് കുമാർ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച കേരള PS ചോദിച്ച ചരിത്രം നമുക്കുണ്ട്. ഓക്കെ, അപ്പോ അടുത്ത പോയിന്റിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പോൾ നിലവിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ചാനലിൽ ഫോഴ്സ് 2025 ബാച്ച് നിലവിൽ റൺ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ അതിന്റെ അഡ്മിഷൻസ് ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലീസ് ആയാലും, എക്സൈസ്, ഫയർഫോഴ്സ്, ബീറ്റ് ഫോറസ്റ്റ്, അതുപോലെ തന്നെ ഡ്രൈവർ ബാച്ചുകൾ അവൈലബിൾ ആണ്. അതിപ്പോ പോലീസ് ഡ്രൈവർ ആയാലും ഫയർഫോഴ്സ് ഡ്രൈവർ ആയാലും ബാച്ചുകൾ അവൈലബിൾ ആണ്. സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസ് ബാച്ച് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഏത് ഈ പറയുന്ന ഫോഴ്സ് ബാച്ച് ആണ് നിങ്ങൾക്ക് ആവശ്യം? ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെതും ഫയർഫോഴ്സിന്റെതും എക്സൈസ് ഒക്കെ അവൈലബിൾ ആണ്. ഏത് ബാച്ചാണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന ഒരു നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, 9961696272. ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടുക. ഇപ്പൊ പോലീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ CPO എന്നൊരു മെസ്സേജ് ഇടുക. ഇത് മൊത്തം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ബാച്ചുകൾ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ ഫോഴ്സ് 2025 എന്നൊരു മെസ്സേജ് ഇടുക. നിങ്ങൾക്ക് ഞാൻ എന്ത് ചെയ്യുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഇതിലേക്ക് കോൾ ചെയ്യരുത്, കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സ്ആപ്പ് നമ്പറാണ് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടി ഇതിന്റെ കൂട്ടത്തിൽ പറഞ്ഞോട്ടെ. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? അപ്പൊ കുറച്ചു കാലം കൊണ്ട് നമ്മൾ പഠിക്കുന്ന വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നുമില്ല. ആര് തന്നെയാണ്? ഷാജഹാൻ അല്ലെ? നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണെന്ന് വെച്ചാൽ ആരാണ്? ഷാജഹാൻ ആണ്. നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ ആണ് അല്ലെ? അപ്പൊ ഷാജഹാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പഠിക്കാം? അങ്ങനെ ഷാജഹാൻ ചക്രവർത്തിയെ നമ്മൾ തിരഞ്ഞെടുത്തതാണെന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഷാജഹാൻ ചക്രവർത്തിയെ നമ്മൾ എന്ത് ചെയ്തതാണ്? തിരഞ്ഞെടുത്തതാണ്. അപ്പൊ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, കേരളത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ഷാജഹാൻ ചക്രവർത്തിയെ നമ്മൾ തിരഞ്ഞെടുത്തതാണ് അല്ലെ? ഷാജഹാൻ. അടുത്ത് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഈ രണ്ട് ചോദ്യങ്ങൾ തമ്മിൽ നിങ്ങൾക്ക് മാറിപ്പോവാൻ സാധ്യതയുണ്ട്, പക്ഷെ മാറരുത് കേട്ടോ. നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് രത്തൻ യു ഖേൽക്കർ ആണ്. ഓക്കെ, അപ്പൊ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ് നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഓക്കെ, അപ്പോ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും ചീഫ് ഇലക്ടറൽ ഓഫീസറെയും തമ്മിൽ മാറിപ്പോരുതേ. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. നിലവിലത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഷാജഹാൻ ആണ്. നിലവിലത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരെന്ന് ചോദിച്ചാൽ രത്തൻ യു ഖേൽക്കർ. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ. നിലവിലത്തെ 7ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് KN ഹരിലാൽ ആണ് കേട്ടോ. അവിടെയും ഒരു ഹരിയുണ്ട്. അപ്പൊ മുന്നേ നമ്മളൊരു ഹരിയെ പഠിച്ചു. അതേതാണ്? വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആണ് അല്ലെ? ഇതാരാണ്? ധനകാര്യ കമ്മീഷൻ, നിലവിലത്തെ 7ാമത്തെ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആണ് KN ഹരിലാൽ. എന്നാൽ 6ാമത്തെ ആരായിരുന്നു? അത് SM വിജയാനന്ദ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു പേര് പലരുടെയും മനസ്സിലുണ്ടായിരിക്കും. ആ പേര് മാറി എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പേരോട് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ നിലവിലത്തെ ആരാണെന്ന് ചോദിച്ചാൽ KN ഹരിലാൽ ആണ്. മുന്നത്തത് ആരാണ്? അത് SM വിജയാനന്ദ് ആണ് അല്ലെ? SM വിജയാനന്ദ് ആണ്. എന്നാൽ നിലവിലത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? നമുക്കറിയാം, നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തി. മനുഷ്യാവകാശം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട ഒരു ചക്രവർത്തിയുടെ പേരാണ്. ആരാണ് ആ ചക്രവർത്തി? അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പോരാടിയ ഒരു വ്യക്തിയാണല്ലേ? ബാങ്ക് ഓഫ് ഫ്രാൻസ് ഉണ്ടാക്കി അല്ലെ? നമ്മളതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ബാങ്ക് ഓഫ് ഫ്രാൻസും അതുപോലെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് ആര്? അലക്സാണ്ടർ ചക്രവർത്തി. അഥവാ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തൽക്കാലം അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പൊ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അപ്പൊ അദ്ദേഹത്തിനെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ റെഫർ ചെയ്ത ആരെയാണ്? അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം
പ്രയത്നിച്ച ഒരു ചക്രവർത്തി ആരാണ്? അത് നമ്മുടെ അലക്സാണ്ടർ ചക്രവർത്തിയാണ് അല്ലെ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്ടാ? അത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. അലക്സാണ്ടർ തോമസ് ആണ്. മറക്കോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി നമുക്കുള്ളതാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷ. അപ്പൊ ഇത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള പേര് തന്നെയാണ്, മാറിയിട്ടില്ല. നിലവിലത്തെ വനിതാ കമ്മീഷൻ അധ്യക്ഷ എന്ന് പറയുന്ന 7ാമത്തെ ആരാണ്? പി സതീദേവിയാണ് അല്ലെ. പി സതീദേവിയാണ്. അപ്പൊ വനിതാ കമ്മീഷൻ സ്വാഭാവികമായിട്ടും ആരായിരിക്കും? ഒരു വിമൻ ആയിരിക്കും, ഒരു വനിതയായിരിക്കും. ആ വനിത എന്ന് പറയുന്ന ആരാണ്? സതീദേവിയാണ് അല്ലെ. ഒരു ദേവിയാണ്. അപ്പോ സ്ത്രീകളുടെ ഒരു ദേവിയാണ് എപ്പോഴും അല്ലെ. അപ്പൊ നമുക്കറിയാം ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു ദൈവം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ദൈവത്തിന് വേണ്ടി ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന എന്തായിരിക്കും? നമ്മുടെ ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ നല്ലത് വരട്ടെ എന്നല്ലേ. അപ്പോ സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതകളുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരാണ്? ഒരു ദേവിയാണ്, ഒരു ദൈവമാണ്. ആ ദേവി ആരാണ്? അത് പി സതീദേവിയാണ്. സതീദേവിയാണ്. ഓക്കെ, ഇങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ചെറിയ ചെറിയ ലിങ്കുകൾ വെച്ച് പഠിച്ചിരുന്നാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർത്തിരിക്കാനായി കഴിയും. അപ്പോ നിങ്ങൾ ഇനി നിങ്ങൾ എന്റെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് കണ്ണടച്ചേ. എന്നിട്ട് ഞാൻ ഈ പറയുന്നതിന്റെ ഉത്തരം നിങ്ങളൊന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കിയേ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാജഹാൻ. കേരളത്തിലെ ഷാജഹാനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ഇലക്ടറൽ ഓഫീസർ ആരാണ്? അത് രത്തന്യു ഖേൽക്കർ ആണ്. രത്തന്യു ഖേൽക്കർ ആണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. എന്നാൽ ധനകാര്യ കമ്മീഷൻ, നിലവിലെ ധനകാര്യ കമ്മീഷൻ ആരാണ്? കാശ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? അത് KN ഹരിലാൽ ആണ് അല്ലെ. ഹരിലാലാണ് അല്ലെ. എന്നാൽ മുന്നത്തെ ആരായിരുന്നു? 6ാമത്തത് അത് SM വിജയാനന്ദ് ആയിരുന്നു അല്ലെ. ആരാണ്? SM വിജയാനന്ദ്. എന്നാൽ നിലവിലത്തെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശത്തിന് വേണ്ടി അഹോരാത്രം പോരാടി ആരാണ്? നമ്മുടെ ജസ്റ്റിസ് അലക്സാണ്ടർ ആണ് അല്ലെ. അലക്സാണ്ടർ തോമസ്, അലക്സാണ്ടർ ചക്രവർത്തിയാണ് അല്ലെ. പിന്നെ പറഞ്ഞ വനിതാ കമ്മീഷൻ എപ്പോഴും ഏതോ ഒരു ദേവിയാണ്. ഏത് ദേവി? അത് പി സതീദേവിയാണ്. ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ട്? ക്ലിയർ ആണ്? ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത സെറ്റിലേക്ക് നമ്മൾ പോകുന്നു. ഇനി നമുക്കുള്ളതാണ് ന്യൂനപക്ഷ കമ്മീഷൻ അല്ലെ. ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? അത് AA റഷീദ് ആണ്. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? AA റഷീദ് എന്നാണ്. അപ്പോൾ ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറയുന്ന ആരാണ്? AA റഷീദ് ആണ് അല്ലെ. അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആരാണ്? അത് G ശശിധരനാണ്. എന്താണ്? ശശിധരൻ. അപ്പൊ ന്യൂനപക്ഷം റഷീദും പിന്നോക്ക വിഭാഗം ശശിധരൻ. ഓക്കെ, അങ്ങനെ പഠിച്ചിരുന്നാൽ മതി. എന്താണ് ആ ഒരു നമ്മൾ ആ വാക്കുകൾ ചേർത്ത് അങ്ങ് പഠിച്ചിരുന്നാൽ മതി, ഓർത്തിരിക്കാം. നമുക്ക് ചോദ്യം വരുമ്പോൾ നമുക്ക് കിട്ടും. ഓക്കെ, ന്യൂനപക്ഷ റഷീദ് അല്ലെ. ന്യൂനപക്ഷ റഷീദും അതുപോലെ തന്നെ പിന്നാക്ക വിഭാഗമാണെങ്കിൽ ആരാണ്? ശശിധരനാണ് അല്ലെ. ശശിധരൻ. ഓക്കെ, പിന്നാക്ക വിഭാഗമാണെങ്കിൽ അതാരാണ്? G ശശിധരനാണ്. അങ്ങനെയാണെങ്കിൽ കേരള ലോകായുക്ത ആരാണ്? കേരളത്തിലെ ലോകായുക്ത അത് അനിൽകുമാർ ആണ് കേട്ടോ. അപ്പൊ കേരള ലോകായുക്ത ആരാണ്? അനിൽകുമാർ. കേരള ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അനിൽകുമാർ ആണ്. ഉപലോകായുക്ത ആരാണ്? ഉപലോകായുക്ത അത് ഹാരുൺ റഷീദ് ആണ്. ആരാണ്? ഹാരുൺ റഷീദ് ആണ് കേട്ടോ. അപ്പോ കേരളത്തിലെ ലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അത് അനിൽകുമാർ ആണ്. ഉപലോകായുക്ത ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? ഹാരുൺ റഷീദ് ആണ് അല്ലെ. ഹാരുൺ റഷീദ് ആണ്. എന്നാൽ യുവജന കമ്മീഷൻ ആരാണ്? യുവജന കമ്മീഷൻ അധ്യക്ഷൻ അത് M ഷാജർ ആണ് കേട്ടോ. അപ്പൊ യുവജന കമ്മീഷൻ ആരാണ്? M ഷാജർ. അപ്പൊ നമുക്കറിയാം ഈ യുവജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കന്മാരാണ് എന്ത് ചെയ്യുന്നത്? ഈ കടയിൽ ചെന്നിട്ട് ഷാർജയൊക്കെ വാങ്ങിച്ചു കുടിക്കുന്നത് അല്ലെ. വയസ്സായവര് പോയിട്ട് കടയിൽ ചെന്ന് ഷാർജ വാങ്ങിച്ചു കുടിക്കോ? ഇല്ല. അപ്പൊ ഈ ഷാർജ വാങ്ങിച്ചു കുടിക്കുന്ന ആരാണ്? ഈ യുവജനങ്ങളാണ് അല്ലെ. യുവജനങ്ങൾ കടയിൽ ചെന്ന് ഷാർജ കുടിക്കും അല്ലെ. അപ്പോ M ഷാർജ. ഓക്കെ, അപ്പൊ യുവജനങ്ങൾ എന്ത് ചെയ്യുന്നു? കടയിൽ ചെന്നിട്ട് ഷാർജ വാങ്ങിച്ചു കുടിക്കും. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ 5 പേര് ആരൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ. ആരാണ് ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ? അത് AA റഷീദ് ആണ്. ക്ലിയർ ആണ്. പിന്നാക്ക വിഭാഗം നമ്മൾ പറഞ്ഞു. പിന്നാക്കം ആരാണ്? പിന്നാക്ക ശശി അല്ലെ. അപ്പോ പിന്നാക്ക ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? G ശശിധരനാണ്. കേരള ലോകായുക്ത ആരാണ്? അത് അനിൽകുമാർ ആണ് അല്ലെ. ആരാണ്? അനിൽകുമാർ ആണ് കേരള ലോകായുക്ത. അങ്ങനെയാണെങ്കിൽ ഉപലോകായുക്ത ആരാണ്? ഉപലോകായുക്ത നമ്മൾ പറഞ്ഞു ഹാരുൺ റഷീദ് ആണ് അല്ലെ. ഹാരുൺ റഷീദ് ആണ്. അപ്പൊ യുവജനം ആരാണ്? യുവജനം ഞാൻ പറഞ്ഞു യുവജനങ്ങൾ കടയിൽ ചെന്നിട്ട് എന്ത് കുടിക്കും? ഷാർജ വാങ്ങിച്ചു കുടിക്കും അല്ലെ. ഷാർജ വാങ്ങിച്ചു കുടിക്കും. അപ്പൊ ആരാണത്? M ഷാജർ ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലാതെ തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ക്ലാസ് കാണുന്ന ആരെങ്കിലും നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യവും ഇനി കറണ്ട് അഫയേഴ്സ് വേണോ എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് തീർന്നിട്ടില്ല, ഇനി നമുക്ക് പഠിക്കാനുണ്ട്.
ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആരാണ് നിലവിലത്തെ നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ കേരളത്തിന്റെ ചെയർമാൻ ആരാണ്? നിതി ആയോഗിന്റെ ആരാണ്? നിതി ആയോഗിന്റെത് അത് പ്രൈം മിനിസ്റ്റർ ആണ്, അല്ലെ? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പൊ ഈ നിതി ആയോഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ആസൂത്രണ ബോർഡിന്റെ മറ്റൊരു രൂപമാണ്, അല്ലെ? പുതിയ രൂപമാണ്. അപ്പൊ കേരളത്തിൽ ഈ പറയുന്ന ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരായിരിക്കും? കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും, CM ആയിരിക്കും. ആരാണ് നിലവിലെ? പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഡൈക്യു എന്ന് പറഞ്ഞ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ്? VKR, അല്ലെ? നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. VKR ആരാണ്? VK രാമചന്ദ്രൻ. VK രാമചന്ദ്രനാണ് ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ. അപ്പൊ ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ പിണറായി വിജയനും, ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? VK രാമചന്ദ്രനുമാണ്. എന്നാൽ നിലവിലത്തെ നിയമസഭ സ്പീക്കർ ആരാണ്? സ്പീക്കർ ഇത് ചോദിച്ചിട്ടുണ്ട്. AN ഷംസീർ ആണ്. അദ്ദേഹത്തിന്റെ ഇനിഷ്യൽ എന്ന് പഠിച്ചു വെച്ചേക്കുക. AN ഷംസീർ ആണ്. ഇത് പല പ്രാവശ്യവും AM ഷംസീർ എന്നും AB ഷംസീർ എന്നും AC ഷംസീർ എന്നൊക്കെ പറഞ്ഞിട്ട് കേരള PSC ഇനിഷ്യൽ മാറ്റി ചോദിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ പാവപ്പെട്ട ഷംസീർ. അപ്പോൾ നിലവിലത്തെ നമ്മുടെ നിയമസഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? AN ഷംസീർ ആണ്. അതുപോലെ തന്നെ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ശമ്പള കമ്മീഷൻ നമുക്ക് ശമ്പളത്തിനോട് നമ്മുടെ നിലവിൽ 11ാമത്തെ ആണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ശമ്പളത്തിനോട് എന്തുണ്ട്? ഒരു മോഹം ഇല്ലേ? അല്ലെ? ഉയർന്ന ശമ്പളത്തിനോട് നമുക്ക് ഉയർന്ന മോഹമില്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ വലിയ വലിയ ജോലിക്ക് വേണ്ടി പഠിക്കുന്നത്. അപ്പോൾ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ശമ്പളത്തിനോട് മോഹമുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? K മോഹൻദാസ് ആണ്, അല്ലെ? K മോഹൻദാസ്. അപ്പോൾ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? K മോഹൻദാസ് ആണ്. പഠിക്കോ? ക്ലിയർ അല്ലേ? ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനിയുള്ളത് ചീഫ് വിപ്പ് ആരാണ്? നിലവിലത്തെ ചീഫ് വിപ്പ് ആണ് N ജയരാജ്. N ജയരാജ് ആണ് ചീഫ് വിപ്പ്. അപ്പൊ ചീഫ് വിപ്പ് ആരാണ്? അത് ജയരാജ് ആണ് കേട്ടോ. N ജയരാജ് ആണ് ചീഫ് വിപ്പ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ ചിറ്റയം ഗോപകുമാർ ആണ്. നിലവിലത്തെ നമ്മുടെ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീറും. നിലവിലത്തെ നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് ചിറ്റയം ഗോപകുമാറുമാണ്. പഠിച്ചിരിക്കുമല്ലോ. ക്ലിയർ ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ആസൂത്രണ ബോർഡ് ചെയർമാൻ പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രനാണ്. നിയമസഭാ സ്പീക്കർ AN ഷംസീർ ആണ്. ശമ്പള കമ്മീഷൻ ചെയർമാൻ K മോഹൻദാസ് ആണ്. വിപ്പ് ചീഫ് വിപ്പ് ആരാണ്? N ജയരാജ് ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ ആണ്. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം. അപ്പൊ നമുക്ക് മൊത്തം നോക്കിയതിനു ശേഷം വീണ്ടും ഈ ഒരു സെറ്റ് കൂടി നോക്കിയിട്ട് നമുക്കൊന്നുകൂടി റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പോ ഇപ്പൊ ഇനി നോക്കാനുള്ളത് സാഹിത്യ അക്കാദമിയിലെ നിലവിലത്തെ പ്രസിഡന്റ് ആരാണ്? നിലവിൽ ആരാണ്? K സച്ചിദാനന്ദനാണ് കേട്ടോ. അപ്പൊ നിലവിലത്തെ സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? K സച്ചിദാനന്ദനാണ്. നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണെങ്കിലോ അത് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. അപ്പൊ സാഹിത്യ അക്കാദമി, കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലത്തെ പ്രസിഡന്റ് ആണ് നമ്മുടെ K സച്ചിദാനന്ദനും. നിലവിലത്തെ നമ്മുടെ സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയുമാണ്. എന്നാൽ നിലവിലത്തെ ലളിതകല അക്കാദമി ചെയർമാൻ ആരാണ്? ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലളിതകല ആരെന്ന് ചോദിച്ചാൽ മുരളി ചീരോത്താണ് കേട്ടോ. മുരളി ചീരോത്താണ് നിലവിലത്തെ ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ മുരളി ചീരോത്താണ്. ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആണ് K സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമിയുടെ ചെയർപേഴ്സൺ ആണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. അതുപോലെ തന്നെ ലളിതകല അക്കാദമിയുടെ ചെയർമാൻ ആണ് മുരളി ചീരോത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ഫോക്ലോർ അക്കാദമിയാണ് OS ഉണ്ണികൃഷ്ണൻ. ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണൻ. അപ്പൊ ഫോക്ലോർ അക്കാദമിയുടെ നമ്മുടെ ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? അത് പ്രേംകുമാർ ആണ് കേട്ടോ. ആരാണ്? പ്രേംകുമാർ ആണ്. അപ്പൊ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? പ്രേംകുമാർ ആണ്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആണെങ്കിൽ ആരാണ്? അത് ഷാജി N കരുണാണ്. ഷാജി N കരുണാണ് കേട്ടോ. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? ഷാജി N കരുണ. ഇത്രയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കൃത്യമായി ഇത് എല്ലാ പരീക്ഷയിലും ചോദിച്ചു വരുന്ന ഒരു മേഖലയാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ആരാണ്? നമ്മൾ ആദ്യം പറഞ്ഞു ബോർഡ് നോക്കുക. നമ്മുടെ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് ആരാണെന്ന് വെച്ചാൽ നമുക്കറിയാം K സച്ചിദാനന്ദനാണ്. സംഗീത നാടകമാണെങ്കിൽ അത് ആരാണ്? ശങ്കരൻകുട്ടിയുടെ സംഗീത നാടകമാണ്. അങ്ങനെയാണെങ്കിൽ ലളിതകലയാണെങ്കിൽ ആരാണ്? ലളിതകല അത് മുരളി ചീരോത്താണ്, അല്ലെ? മുരളി ചീരോത്താണ് ലളിതകല. ലളിതകല എന്ന് പറയുമ്പോൾ ഈ ലളിതമായിട്ട് ഈ മുരളിയൊക്കെ വായിക്കാം. മുരളി മീൻസ് ഫ്ലൂട്ട് ഒക്കെ വായിക്കുന്ന എന്താണ്? ലളിതകലയാണ്, അല്ലെ? മുരളി ചീരോത്ത്. ഫോക്ലോർ അക്കാദമി ആരാണ്? ഫോക്ലോർ അക്കാദമി അത് OS ഉണ്ണികൃഷ്ണനാണ്, അല്ലെ? ഫോക്ലോർ അക്കാദമി ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ചലച്ചിത്ര അക്കാദമി ആരാണ്? പ്രേംകുമാർ ആണ് അല്ലെ. പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി ആരാണ്? പ്രേംകുമാർ. അങ്ങനെയാണെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആണെങ്കിൽ ആരാണ്? ഷാജി എൻ കരുണാണ് അല്ലെ. ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ. ഷാജി എൻ കരുണാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ പോയിന്റുകൾ ഒന്നും കൂടി പറയുന്നുണ്ട്. നമുക്ക് ഇനി ഇതുപോലെ ഒരു സെറ്റ് കൂടി നോക്കാനുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞ നമുക്കറിയാം മുഖ്യമന്ത്രി ആരാണ്? നമ്മൾ പഠിച്ചതാണ്. പിണറായി വിജയനാണ് നിലവിലത്തെ നമ്മുടെ മുഖ്യമന്ത്രി. ഗവർണർ നമുക്കറിയാം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതി ജിതിൻ മുതുകർ അല്ലെ. മുതുകർ ജംദാർ ആണ്. ചീഫ് സെക്രട്ടറി നമുക്കറിയാം ശാരദാ മുരളീധരനാണ്. വിവരാവകാശ കമ്മീഷൻ വി ഹരിനായർ ആണ്. ബാലാവകാശ കമ്മീഷൻ അറിയാലോ, മോനെ മേനോൻ അല്ലെ, മോനെ മനോജ് അല്ലെ. എന്താണ്? മനോജ് കുമാർ, KV മനോജ് കുമാർ. അപ്പൊ മോനെ എന്ന് പറഞ്ഞിട്ട് എങ്ങോട്ട് പോകണം? മനോജിലോട്ട് പോകണം. മനോജ് കുമാർ ആണ്. അതിനുശേഷം നമ്മൾ ആരെ പറഞ്ഞു? നമ്മളെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ പറഞ്ഞു. ആരാണ്? നമുക്കറിയാം ഷാജഹാൻ ആണ് അല്ലെ. ഷാജഹാൻ ആണ്. ഇലക്ടറൽ ഓഫീസർ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ്. ധനകാര്യ കമ്മീഷൻ 6ാമത്തെ വിജയാനന്ദും 7ാമത്തത് KN ഹരിലാലുമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? അലക്സാണ്ടർ ആണ് അല്ലെ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. വനിതാവകാശം ആരാണ്? വനിതാ കമ്മീഷൻ അത് P സതീദേവിയാണ്. P സതീദേവി. ക്ലിയർ ആണ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ന്യൂനപക്ഷ റഷീദ് അല്ലെ. ന്യൂനപക്ഷ റഷീദ്, പിന്നോക്ക ശശി അല്ലെ. ന്യൂനപക്ഷം A റഷീദും അതുപോലെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ആണെങ്കിൽ G ശശിധരുമാണ്. അതുപോലെ കേരള ലോകായുക്ത നമുക്കറിയാം അനിൽകുമാർ ആണ്. ഉപലോകായുക്ത നമുക്കറിയാം ഹാരൂൺ റഷീദ് ആണ്. യുവജനം ഷാർജ വിളിക്കുന്നു അല്ലെ. ആരാണ്? M ഷാജർ ആണ്. M ഷാജർ. അതിനുശേഷം നമ്മൾ പറഞ്ഞു ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? അത് VKR അല്ലെ. VK രാമചന്ദ്രൻ. നിയമസഭാ സ്പീക്കർ നമുക്കറിയാം AN ഷംസീർ. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ നമുക്കറിയാം ചിറ്റയം ഗോപകുമാർ. ശമ്പള കമ്മീഷനോട് മോഹമുണ്ട് K മോഹൻദാസ്. വിപ്പ് ആരാണ്? വിപ്പ് അത് N ജയരാജ് ആണ് വിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കിയ നമ്മൾ എന്താണ്? സാഹിത്യ അക്കാദമി ആരാണ്? K സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി. സംഗീത നാടക അക്കാദമി ആണെങ്കിൽ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ലളിതകലയാണെങ്കിൽ മുരളി ചീരോത്ത്. ഫോക്ലോർ ആണെങ്കിൽ OS ഉണ്ണികൃഷ്ണൻ. ചലച്ചിത്ര അക്കാദമി ആണെങ്കിൽ പ്രേംകുമാർ. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ആണെങ്കിൽ ആരാണ്? ഷാജി എൻ കരുണാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അടുത്ത സെറ്റ് എന്ന് പറയുന്നത് നിലവിലത്തെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ആരാണ് നിലവിലത്തെ അഡ്വക്കേറ്റ് ജനറൽ? ഗോപാലകൃഷ്ണ കുറുപ്പാണ്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ പഠിക്കാം? നമുക്കറിയാം നമ്മുടെ കുറുപ്പ്. ഏത് കുറുപ്പ്? നമ്മുടെ ദുൽഖർ സൽമാന്റെ കുറുപ്പ് സിനിമ കണ്ടിട്ടില്ലേ? അതിൽ കുറുപ്പ് എന്ന് പറയുന്ന ആ ഒരു കുപ്രസിദ്ധനായിട്ടുള്ള ഒരു കള്ളനെ ഇന്നുവരെ പിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അഡ്വക്കേറ്റ് ജനറൽ ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ അല്ലെ. ആ കുറുപ്പിന്റെ പേരാണ് ഗോപാലകൃഷ്ണ കുറുപ്പ്. ഓക്കെ, അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ഒരു കള്ളൻ അല്ലെ. ഒരു കള്ളൻ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? ഗോപാലകൃഷ്ണ കുറുപ്പ്. പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എന്താണ്? അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കുറുപ്പ് അല്ലെ. കുറുപ്പ്. ഏത് കുറുപ്പ്? ഗോപാലകൃഷ്ണ കുറുപ്പ്. നിലവിലത്തെ DGP ആരാണ്? DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് അല്ലെ. നമ്മുടെ നിലവിലത്തെ DGP ആരാണെന്ന് ചോദിച്ചാലും, DGP ആൻഡ് സ്റ്റേറ്റ് പോലീസ് ചീഫ് ആരാണെന്ന് ചോദിച്ചാലും, പോലീസ് മേധാവി ആരാണെന്ന് ചോദിച്ചാലും രണ്ടും ആര് തന്നെയാണ്? നിലവിലെ നമ്മുടെ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. പുതിയ വ്യക്തിയാണ് അല്ലെ. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് നിലവിലത്തെ DGP ആൻഡ് പോലീസ് മേധാവി. പോലീസ് ചീഫ് ആരെന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. എന്നാൽ നിലവിലത്തെ എക്സൈസിന്റെ മേധാവി ആരാണ്? എക്സൈസ് മേധാവി അദ്ദേഹത്തിന്റെ പേരാണ് മഹിപാൽ യാദവ്. മഹിപാൽ യാദവ്. എക്സൈസിന്റെ മേധാവി ആരാണ്? മഹിപാൽ യാദവ് എന്നാണ്. അപ്പൊ എക്സൈസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കള്ളക്കടത്തൊക്കെയാണല്ലേ വരുന്നത്. എന്തൊക്കെയാണ്? സ്പിരിറ്റും അതുപോലെ തന്നെ ബാക്കിയുള്ള എന്താണ് ഈ പാലൊക്കെ കടത്തിയാലും എന്ത് ചെയ്യും? ഈ എക്സൈസ് മേധാവി പിടിച്ചു. അങ്ങനെ ഒരു പരിപാടി കൂടി നമ്മുടെ എക്സൈസ് മേധാവിക്കുണ്ട്. എന്ത് കടത്തിയാല്? പാല് കടത്തിയാലും സ്പിരിറ്റിന്റെ കൂടെ എന്ത് ചെയ്യും? ചിലപ്പോ പാല് കൂടി കടത്തും കേട്ടോ. ഓവർലോഡായിട്ട് പാല് കൂടി കടത്തും. പാല് കടത്തിയാലും എന്ത് ചെയ്യും? നമ്മുടെ ഈ പറയുന്ന എക്സൈസ് മേധാവി പിടിച്ച് അകത്തിടും. അതുകൊണ്ട് തന്നെ എക്സൈസ് മേധാവിയിലെ പേരെന്താണ്? മഹിപാൽ അല്ലെ. മഹിപാൽ യാദവ്. അപ്പോ പാല് നമ്മൾ കള്ളക്കടത്ത് നടത്തിയാലും എന്ത് ചെയ്യും? എക്സൈസ് മേധാവി ആയിട്ടുള്ള മഹിപാൽ യാദവ് എന്ത് ചെയ്യും? പിടിച്ചകത്തിടും. എടാ നമുക്ക് ഈ പറയുന്ന ചെറിയ ചെറിയ വാക്കുകൾ മതി അല്ലെ. ഇന്റർവ്യൂ ഉള്ള പരീക്ഷയൊന്നും അല്ലല്ലോ, എഴുത്ത് പരീക്ഷയല്ലേ. 4 ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഴുതിയാൽ പോരെ. അതിനെന്ത് ചെയ്താൽ മതി? ഈ വാക്കുകൾ മാത്രം നിങ്ങൾക്ക് ലിങ്ക് ചെയ്താൽ മതി. എക്സൈസ് മേധാവി എന്ത് കടത്തുന്നു? പാല് കടത്തിയാൽ പിടിച്ചകത്തിടും. അദ്ദേഹത്തിന്റെ പേരെന്താണ്? മഹിപാൽ യാദവ്. ഫയർഫോഴ്സ് മേധാവി ആണെങ്കിലോ അദ്ദേഹത്തിന്റെ പേരാണ് K പത്മകുമാർ. പത്മകുമാറിന്റെ പേരിൽ തന്നെ ഒരു തീ ഉണ്ടല്ലേ. എന്താണ്? പത്മകുമാർ അല്ലെ. പത്മകുമാർ. ഓക്കെ, അപ്പൊ പത്മകുമാർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു തീ പോലത്തെ ഒരു പേരാണ് പത്മകുമാർ അല്ലെ. ഇവിടെ നമുക്കൊരു തായൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് പിടിക്കുക കേട്ടോ. എങ്ങനെയെങ്കിലും ഒക്കെ ഓർത്ത് വെച്ചേക്കുക. അപ്പോ നിലവിലത്തെ ഫയർഫോഴ്സ് മേധാവി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? K പത്മകുമാർ ആണ് അല്ലെ. K പത്മകുമാർ. ഒന്നും കൂടി പറയുന്നു, അഡ്വക്കേറ്റ് ജനറൽ ആണെങ്കിൽ ഗോപാലകൃഷ്ണ കുറുപ്പ് ഓക്കെ ആണ്.
DGP ആണെങ്കിൽ ഷെയ്ഖ് ദർവേഷ് സാഹിബ്, പോലീസ് മേധാവിയും ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഡബിൾ ഓക്കെ ആണ്. എക്സൈസ് മേധാവി പാല് കടത്തുന്നു മഹിപാൽ യാദവ്, ഫയർഫോഴ്സ് മേധാവി പത്മകുമാർ ഡബിൾ ഓക്കെ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നോക്കാം അടുത്ത സെറ്റ് എന്ന് പറയുന്നത്, നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് ആരാണ്? ഇപ്പോഴത്തെ നിലവിലത്തെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് അറിയാമോ? VD സതീശനാണ്. വാർത്ത കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം ആര് തന്നെയാണ്, VD സതീശനാണ്. നിയമസഭാ സെക്രട്ടറി ആരാണ്? N കൃഷ്ണകുമാർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. N കൃഷ്ണകുമാർ ആണ് നിലവിലത്തെ നിയമസഭാ സെക്രട്ടറി. ആരാണ്? N കൃഷ്ണകുമാർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നിലവിലത്തെ നമ്മുടെ ചെയർമാൻ ഓഫ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ്, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാന്റെ പേര് ചോദിച്ചാൽ വൈശാഖനാണ്. പഠിച്ചു വെച്ചേക്ക, വൈശാഖൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, നിയമസഭാ സെക്രട്ടറി N കൃഷ്ണകുമാർ, ചെയർമാൻ ഓഫ് തുഞ്ചൻ സ്മാരക ട്രസ്റ്റ്, തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ചോദിച്ചാൽ വൈശാഖനാണ്. അങ്ങനെയാണെങ്കിൽ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണെന്ന് അറിയാമോ? കേരള ബാങ്കിൻ്റെത് ഗോപി കോട്ടമുറിക്കലാണ്. അപ്പൊ കേരള ബാങ്ക്, അപ്പൊ ബാങ്കിന് ചുറ്റും ഒന്നുണ്ട്, ഒരു കോട്ടയുണ്ടല്ലേ? ബാങ്കിന് ചുറ്റും ഒന്നുണ്ട്, ഒരു കോട്ടയുണ്ട്. ഈ കോട്ട നമുക്ക് അങ്ങനെ, കാരണം ബാങ്ക് നമുക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ കേരളത്തിലൊരു ബാങ്ക് ആയതുകൊണ്ട് ആ ബാങ്കിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോട്ട വെച്ച് കെട്ടയാണ്. അപ്പൊ ആ കോട്ടയെ മുറിക്കാൻ നമുക്ക് പറ്റുമോ? പറ്റത്തില്ല. അപ്പോ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ്. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആരാണ്? അത് MK കണ്ണനാണ് കേട്ടോ. MK കണ്ണൻ, എന്ത് നല്ല പേരല്ലേ, MK കണ്ണൻ. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കണ്ണൻ. അപ്പോ മറ്റത് കോട്ടമുറിക്കൽ കണ്ണൻ, അങ്ങനെ പഠിച്ചാൽ കോട്ടമുറിക്കൽ കണ്ണൻ. അപ്പൊ കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ കോട്ടമുറിക്കലും, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണെങ്കിൽ ആരാണ്? MK കണ്ണനുമാണ്. അങ്ങനെയാണെങ്കിൽ കേരള ബാങ്കിന്റെ CEO ആരാണ്? അത് ജോർട്ടി M ചാക്കോ ആണ്. ആരാണ്? ജോർട്ടി M ചാക്കോ ആണ് കേട്ടോ. ജോർട്ടി M ചാക്കോ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ഈ കേരള ബാങ്ക് ഒന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ VD സതീശനാണ്. നിയമസഭാ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ N കൃഷ്ണകുമാർ ആണ്. തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ ആരാണ്? വൈശാഖനാണ് അല്ലെ? തുഞ്ചൻ സ്മാരക ട്രസ്റ്റിന്റെ ചെയർമാൻ വൈശാഖനാണ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. വൈസ് പ്രസിഡന്റ് MK കണ്ണനാണ്. നമ്മുടെ CEO ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജോർട്ടി M ചാക്കോയാണ്. ജോർട്ടി M ചാക്കോ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ലാസ്റ്റ് സെറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ സ്പോർട്സ് കൗൺസിൽ, കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? ഷറഫ് അലി ആണ്. യൂസഫ് അലി അല്ല. ആരാണ്? ഷറഫ് അലി ആണ് കേട്ടോ. ഷറഫ് അലി എന്ന് പഠിച്ചു വെച്ചേക്കുക. ഷറഫ് അലി ആണ് നിലവിലത്തെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. ആരാണ്? ഷറഫ് അലി ആണ്. ഷറഫ് അലി. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുനിൽ കുമാർ ആണ് കേട്ടോ. ആരാണ്? സുനിൽ കുമാർ ആണ് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റ്. സുനിൽ കുമാർ ആണ്. കേരള ഹോക്കി അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? അതും സുനിൽ കുമാർ ആണ്. ഓക്കെ, അപ്പൊ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റും കേരള ഹോക്കി അസോസിയേഷന്റെ പ്രസിഡന്റും ആര് തന്നെയാണ്? അത് നമ്മുടെ സുനിൽ കുമാർ തന്നെയാണ്. കേരള സ്പോർട്സ് കൗൺസിൽ ആണെങ്കിൽ ആരാണ്? ഷറഫ് അലി ആണ് അല്ലെ? അപ്പൊ സ്പോർട്സ് കൗൺസിൽ ഷറഫ് അലി, ക്ലിയർ ആണ്. കേരള ഒളിമ്പിക് അസോസിയേഷൻ സുനിൽ കുമാർ. ഒളിമ്പിക്സിനകത്തുള്ളതാണ് നമ്മുടെ ഹോക്കി. അപ്പൊ ഹോക്കി എന്ത് തന്നെയാണ്? സുനിൽ കുമാർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ സെറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒന്നും കൂടി നോക്കിയാലോ? എന്തൊക്കെയാ പറഞ്ഞത്? അഡ്വക്കേറ്റ് ജനറൽ ആരാണെന്ന് നമ്മൾ പറഞ്ഞു? K ഗോപാലകൃഷ്ണക്കുറുപ്പാണ്. ക്ലിയർ ആണ്. DGP ആരാണ്? പോലീസ് മേധാവി ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. ഡബിൾ ഓക്കെ. എക്സൈസ് മേധാവി പാല് കടത്തുന്നു. ആരാണ്? S മഹിപാൽ. ഓക്കെ ആണ്. ഫയർഫോഴ്സ് മേധാവി K പത്മകുമാർ. ഡബിൾ ഓക്കെ അല്ലെ? ഇനി നമ്മൾ അതിനുശേഷം നോക്കി ആരെ നോക്കി? പ്രതിപക്ഷ നേതാവ് സിമ്പിൾ ആണ്, നമുക്കറിയാം VD സതീശൻ നമ്മൾ നോക്കി. നിയമസഭാ സെക്രട്ടറി ആരാണ്? N കൃഷ്ണകുമാർ. ഓക്കെ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് വൈശാഖൻ. ഓക്കെ ആണ്. കേരള ബാങ്ക് ആരാണ്? കോട്ടമുറിക്കൽ അല്ലെ? ഗോപി കോട്ടമുറിക്കൽ. ഡബിൾ ഓക്കെ. പ്രസിഡന്റ് ആരാണ്? MK കണ്ണൻ. അതും ഓക്കെ ആണ്. വൈസ് നമ്മുടെ കേരള ബാങ്കിന്റെ CEO ആരാണ്? ജോർട്ടി M ചാക്കോയാണ്. ഓക്കെ ആണ്. അതിനുശേഷം നമ്മൾ ആരെ നോക്കി? സ്പോർട്സ് കൗൺസിൽ ആരാണ്? ഷറഫ് അലി ആണ് സ്പോർട്സ് കൗൺസില്. ഒളിമ്പിക് അസോസിയേഷൻ സുനിൽ കുമാർ. ഓക്കെ. കേരള ഹോക്കി അസോസിയേഷൻ സുനിൽ കുമാർ. ഓക്കെ അല്ലെ? അപ്പൊ ഒളിമ്പിക് അസോസിയേഷനും നമ്മുടെ ഹോക്കി അസോസിയേഷനും ആര് തന്നെയാണ്? സുനിൽ കുമാർ ആണ്. സ്പോർട്സ് കൗൺസിൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഷറഫ് അലി ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേടാ? ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി മൊത്തം ഒന്ന് റിവൈസ് ചെയ്താലോ? ഓക്കെ, അതിന് മുന്നേ ലാസ്റ്റ് റിവിഷന് മുന്നേ ഇനിയും നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ കമന്റ്സ് അനുസരിച്ച് ഇനിയും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ക്ലാസ് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഒന്നാമത് നമ്മൾ പഠിച്ച ആളോട്ട് നമുക്ക് ഒന്നും കൂടി പോകുന്നു. വളരെ പെട്ടെന്ന് ഞാൻ പോവുകയാണ്. അപ്പൊ എന്റെ കൂടെ തന്നെ നിങ്ങൾ പിടിച്ചോണം. ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ആരാണ്?
പിണറായി വിജയനാണ് മുഖ്യമന്ത്രി. ഗവർണർ ആരാണ്? രാജേന്ദ്ര ആർലേക്കർ. ഓക്കെയാണ്. നമ്മുടെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജിതിൻ മുതുകർ ജാംദാർ ആണല്ലേ. ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദാ മുരളീധരൻ. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. കിട്ടുന്നുണ്ടോ? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ആരും ഓർമ്മ വരും? ഈ ഹരിനായറിന് ഓർമ്മ വരും അല്ലെ. ബാലാവകാശമാണെങ്കിൽ ഏതൊരു മോൻ, ഏത് മോൻ? മനോജ് മോൻ അല്ലെ. മനോജ് കുമാർ. അതിനുശേഷം നമ്മൾ എന്ത് നോക്കി? തിരഞ്ഞെടുപ്പ്. ഷാജഹാനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇലക്ടറൽ ഓഫീസർ രത്തന്യു ഖേൽക്കർ ആണ്. ധനകാര്യം ആരായിരുന്നു? വിജയാനന്ദ് ആയിരുന്നു. ഇപ്പൊ ആരാണ്? KN ഹരിലാൽ ആണ്. മനുഷ്യാവകാശ കമ്മീഷൻ അലക്സാണ്ടർ ചക്രവർത്തി, അലക്സാണ്ടർ തോമസ്. വനിത ആരാണ്? ദേവി. ഏത് ദേവി? സതീദേവി അല്ലെ. വനിതാ കമ്മീഷൻ സതീദേവി. ന്യൂനപക്ഷ ആരാണ്? നമ്മൾ എന്താ പഠിച്ചത്? ന്യൂനപക്ഷ റഷീദ് എന്ന് പഠിച്ചു. പിന്നാക്ക ശശി എന്ന് പഠിച്ചു. പിന്നെ എന്ത് പറഞ്ഞു? ശശിധരൻ എന്നാണ്. A റഷീദ്, G ശശിധരനുമാണ്. ലോകായുക്ത പറഞ്ഞു. അനിൽകുമാറിന്റെ ലോകം. ഉപലോകായുക്ത ഹാരൂൺ റഷീദ്. ഉപലോകായുക്ത. യുവജനങ്ങൾ ഷാർജ ഒഴിക്കുന്ന യുവജനം ആരാണ്? ഷാജർ. അതിനുശേഷം നമ്മൾ എന്താ പറഞ്ഞത്? ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? ആസൂത്രണ ബോർഡിന്റെ ചെയർമാൻ പിണറായി വിജയനാണ്. ആസൂത്രണ ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? BKR അല്ലെ. BK രാമചന്ദ്രൻ. നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ചിറ്റയം ഗോപകുമാർ ആണ്. ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? K മോഹൻദാസ് ആണ്. ചീഫ് വിപ്പ് ആരാണ്? N ജയരാജ് ആണ്. ഓക്കെ, ഞാൻ ഈ 2-3 തവണ റിവൈസ് ചെയ്യുന്നത് കേട്ട് പഠിക്കാനാണ്. അപ്പൊ ഒരു തവണ നിങ്ങൾ വീഡിയോ കാണുക, അതിനുശേഷം നിങ്ങൾ കേട്ട് പഠിച്ചാലും മതിയാവും. പിന്നെ നമ്മൾ പറഞ്ഞു സാഹിത്യ അക്കാദമി K സച്ചിദാനന്ദൻ. സംഗീത നാടകം ആരാണ്? ശങ്കരൻകുട്ടി. ലളിതകല കുഞ്ഞു മുരളി അല്ലെ. ലളിത മുരളി ചീരോത്ത്. ഫോക്ലോർ OS ഉണ്ണികൃഷ്ണന്റെ ഫോക്ലോർ. ചലച്ചിത്ര അക്കാദമി പ്രേംകുമാറിന്റെ ചലച്ചിത്ര അക്കാദമി. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജി N കരുണിന്റെ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കുറുപ്പ്. ഏത് കുറുപ്പ്? ഗോപാലകൃഷ്ണ കുറുപ്പ്. DGP പോലീസ് ചീഫ് ആരാണ്? ഷെയ്ഖ് ദർവേഷ് സാഹിബ്. എക്സൈസ് ആര്? പാല് കടത്തുന്ന യാദവ്, മഹിപാൽ യാദവ്. ഫയർഫോഴ്സ് ഒരു തീയുള്ള പേര് പത്മകുമാർ അല്ലെ. പത്മകുമാർ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ലാസ്റ്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ആര്? VD സതീശൻ. നിയമസഭാ സെക്രട്ടറി N കൃഷ്ണകുമാർ. ഇമ്പോർട്ടന്റ് ആണ്. നിയമസഭാ സെക്രട്ടറി ആണ് N കൃഷ്ണകുമാർ. തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് വൈശാഖൻ. കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് MK കണ്ണൻ. CEO ജോട്ടി M ചാക്കോ. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? ലാസ്റ്റ് സെറ്റില് സ്പോർട്സ് കൗൺസിൽ ആരെന്ന് ചോദിച്ചാൽ ഷറഫ് അലിയാണ്. ഷറഫ് അലിയാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷനും കേരള ഹോക്കി അസോസിയേഷന്റെയും പ്രസിഡന്റ് ആര് തന്നെയാണ്? സുനിൽകുമാർ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.